മുനമ്പം സമരം 173 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇവിടെ നിരാഹാര സമരവും തുടങ്ങിയിട്ട് ഇത്ര ദിവസങ്ങളായി. എങ്കിൽ 125 ദിവസത്തിലധികം നിരാഹാര സമരം നടത്തിയ ഒരു അമ്മയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. ലിസി ആന്റണി എന്നാണ് പേര്. 1960കളിൽ 12 ദിവസം ഇതേ കാര്യത്തിന് ഭൂമിക്ക് വേണ്ടി ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ഈ അമ്മ. ഈ അമ്മയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഈ 125 ദിവസത്തിലധികം നിരാഹാരം അനുഷ്ഠിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ സമര ദിനങ്ങളെ കാണുന്നത്? സമര ദിനങ്ങളെ വളരെ വേദനയോടുകൂടിയാണ്. ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ ഇവിടുത്തെ താമസക്കാരാണ്. നാലാമത്തെ തലമുറയാണ് ഞാൻ ഇവിടെ. അപ്പൂപ്പന്മാരായിട്ട് വളരെ കഷ്ടതയും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് ജീവിച്ച ഞങ്ങൾക്ക് അന്ന് കടല് കയറി, ഈ പള്ളിയിരിക്കുന്ന സ്ഥലം ഒരു കടല് കയറി ഒഴുകി ഒരു വലിയ കായലായിരുന്നു. ഈ കടല് കയറിയ പുഴ വരെയും കടലിൽ കയറുമായിരുന്നു, ഒഴുകുമായിരുന്നു. ആ ഒഴുക്കില് ഞങ്ങളുടെ കാരണന്മാര് ഓരോ പെരകളും പൊടിച്ച് പൊക്കം കാണുന്നിടത്ത് വെച്ച് കെട്ടി ഒരു പുൽക്കൊടി പോലും ഇവിടെ ഇല്ലായിരുന്ന സ്ഥാനത്ത് കാറ്റും മഴയുള്ള സമയത്ത് 4 വശവും കയറ് കെട്ടിയാണ് കുടിലുകളെ നിർത്തിവെച്ചത്. കുടിലുകളായിരുന്നു, ഓല മേഞ്ഞ കുടിലുകളായിരുന്നു. അതിനകത്ത് ചിലപ്പോ ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണത്തിന് ഞങ്ങളുടെ മാതാപിതാക്കള് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് ഒരു നേരം ഭക്ഷണത്തിന് ഞങ്ങൾക്ക് കിട്ടിയതെങ്കിലും അത് അടപ്പത്തിടുമ്പോഴായിരിക്കുള്ളൂ ആ കഞ്ഞിക്കലവും കൊണ്ട് കടലൊഴുകുന്നത്. അത്രയും കഷ്ടപ്പാടിലും ദുരിതത്തിലും ഞങ്ങൾ ജീവിച്ച് കഷ്ടതയുടെ ചൂള തന്നെയായിരുന്നു. 7 മടങ്ങ് ചൂളയിലായിട്ടും ഞങ്ങളുടെ മാതാപിതാക്കൾ ഇവിടം വിട്ടു പോയില്ല. പോകാഞ്ഞത് ഞങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ ഇവിടെ തന്നെയാണ്. അല്ലാതെ ഇവിടം വിട്ടു പോയാൽ ഞങ്ങൾക്ക് ജീവിതത്തിന് ഒരു മാർഗവുമില്ല. കടലാണ് ഞങ്ങളുടെ ആശ്രയം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കള് ഇവിടെ വിട്ടു പോയില്ല. അങ്ങനെ ഞങ്ങള് ഇവിടെ ജീവിച്ച് ഞങ്ങളിവിടെ സിവാള് വന്ന്, ചുരുക്കിയാണ് ഞാൻ പറയണത്, പഴയ കാലങ്ങളൊക്കെ ചുരുക്കിയാണ് പറയണത്. സിവാള് വന്ന് പിന്നെ ഭൂമി കടലെടുക്കാതെ ആയി. അപ്പൊ സൈക്കിള് വെച്ചപ്പോഴും ഈ കോളേജുകാര് ഞങ്ങളോട് അവകാശപ്പെട്ടു വന്നില്ല. 404 ഏക്കർ അവർക്ക് ഉണ്ടെന്ന് പറയണമെങ്കിലും അതൊക്കെ കടലെടുത്ത് നശിച്ചു പോയതാണ്. പിന്നീട് വെച്ച ഭൂമിക്കാണ് അവര് അവകാശികളായി വന്നത്. അപ്പൊ ഞങ്ങൾ ഈ സൈക്കിള് വെച്ചപ്പോ അവര് തടസ്സപ്പെടുത്തിയില്ല, ഞങ്ങൾ കുടില് വെച്ച് കെട്ടിയപ്പോ തടസ്സപ്പെടുത്തിയില്ല. പിന്നെ ഞങ്ങളുടെ തെങ്ങ് കയറിക്കാനാണ് അവര് വന്നത്. അപ്പൊ ഞങ്ങള് അതിന് ഞങ്ങളും സമരത്തിലോട്ട് ഇറങ്ങി. ഇവിടെ ഞങ്ങൾക്ക് കക്ക വാരിയാണ് പെണ്ണുങ്ങൾ ജീവിച്ചിരുന്ന. 60 കാലഘട്ടത്തിലൊക്കെ ഒരു ഈ കക്ക വാരിയത് വള്ളങ്ങളിലാണ് കയറ്റിപ്പോയിരുന്നു വെച്ചത്. ഈ വള്ളങ്ങള് അടുക്കണ സ്ഥലത്താണ് ഇത്തിരി വാരി കൂട്ടിയിട്ട് വെച്ചത്. അത് കയറ്റാൻ വള്ളങ്ങൾ അടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ചിറകിട്ട് സമരമാണ് ഈ കടപ്പുറത്ത്. ഓക്കെ, ഇപ്പൊ ഈ കാലഘട്ടങ്ങളുടെ ഇടയിൽ 12 ദിവസം ജയിൽവാസം അനുഭവിച്ചു എന്ന് പറയുകയുണ്ടായി. അതിന് ആസ്പദമായ സംഭവം എങ്ങനെയാണ്? അത് ആ ചിറകെട്ട് സമരമാണ്. ആ ചിറകെട്ട് തടസ്സപ്പെടുത്താനായിട്ട് മഞ്ചുകല്ലിൽ കല്ല് വന്നപ്പോ ഞങ്ങള് കൊച്ചുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ വഞ്ചില പക്കത്ത് കയറി നിൽക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 കല്ലും മഞ്ചും മുക്കിക്കളഞ്ഞു കൊച്ചുങ്ങളെല്ലാവരും കൂടി. അപ്പൊ ഞങ്ങൾ ആ കൊച്ചുങ്ങളെല്ലാവരെയും കൂടി പിടിച്ചു കൊണ്ടുപോയി. അന്ന് ഞാൻ പഠിക്കണ കാലഘട്ടവും പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടും 3 ദിവസം വരെ ഇങ്ങനെ ഞങ്ങൾ കയറി നിൽക്കും, മുക്കും. അങ്ങനെ ഞങ്ങളെ പറഞ്ഞടിച്ച്. അന്നൊരു പൊന്മാഞ്ചോസി എന്ന് പറയുന്ന SI ആണ്. അപ്പൊ 4ാമത്തെ പ്രാവശ്യമായി കഴിഞ്ഞപ്പോ എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടു. ഇനി നിന്നെ പറഞ്ഞടിച്ചാൽ പറ്റൂലെന്ന് പറഞ്ഞ് ജയിലിലിട്ടു. അതായത് അന്ന് ആ സമയത്ത് 12 ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത്. പിന്നീട് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 125 ദിവസത്തിൽ അധികമായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലേ? ഒന്നുമില്ല. എന്തെങ്കിലും അതൊക്കെ എന്റെ ദേശത്തിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ ദേശവാസികൾക്ക് വേണ്ടി എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊന്നും ഞാൻ വകവെക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ അമ്മച്ചി ലിസി ആന്റണി എന്ന് പറയുന്ന ഈ അമ്മച്ചി 125 ദിവസങ്ങൾ കഴിഞ്ഞു നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഇതിനു മുമ്പ് 1960കളിൽ 12 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ മുനമ്പം സമര നായികയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ബെന്നി പൂന്തോപ്പിനും ബിനോയ് തേവർമഠത്തിനുമൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, കൊച്ചി.